ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഇന്നത്തെ ദിവസത്തിൽ, പ്രത്യേകിച്ച് മാതൃഭൂമി ഇപ്പോൾ പുറത്തേക്ക് വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടെല്ലാം കുറെ അഭിപ്രായങ്ങൾ കോൺഗ്രസിന്റെ കൂടി കേൾക്കേണ്ടതായിരുന്നു. ഏതായാലും കോൺഗ്രസിന്റെ അഭിപ്രായം UDF ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെല്ലാം ഉയർത്തിയ പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറുകയാണ്. ആ സാഹചര്യത്തെ ശരിയായി വിലയിരുത്തി പോകാൻ വേണ്ടി കഴിയണം. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് തെറ്റായ സംഭവങ്ങളെല്ലാം, ഉണ്ടായ കാര്യങ്ങളെല്ലാം, തെറ്റായ എല്ലാ പ്രവണതകളെക്കുറിച്ചും വളരെ കൃത്യമായി SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകണം. ആരെല്ലാമാണോ കുറ്റക്കാർ, എവിടെയെല്ലാമാണോ കുറ്റക്കാർ ഒളിഞ്ഞിരിക്കുന്നത്, അവരെല്ലാം നിയമത്തിന്റെ മുന്നിലേക്ക് വരണം. അതുപോലെ തന്നെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ തിരിച്ചു ലഭിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. ഇത് നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോ 2009 2011 പോസ്റ്റിലേക്കുമെല്ലാം നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത്, കുറെ നാളായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇപ്പോ നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേര് നമ്മൾ കേട്ടത് യഥാർത്ഥത്തിൽ ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം ഗവൺമെന്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അത് പൊളിക്കാൻ വേണ്ടി വന്ന ഒരു UDFന്റെ ശബ്ദമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മളെല്ലാം ആദ്യമായി കാണുന്നത്. ഇവിടെ ദ്വാരപാലക ശില്പത്തിലെ പ്രശ്നം മാത്രമല്ല, ഒരു അതിന്റെ അടിയിലുള്ള, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പീഠം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ പീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ പോറ്റി സ്വന്തം വീട്ടിൽ അത് സൂക്ഷിച്ചിട്ടാണ് പറഞ്ഞത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. ആ പോറ്റി 2004 വരുന്നത്. 2004 തന്ത്രിയാണ് പോറ്റിയെ കൊണ്ടുവരുന്നത്. തന്ത്രിയുടെ ഉൾപ്പെടെ ശുപാർശയിലാണ് കർണാടകത്തിൽ നിന്ന് പോറ്റി വരുന്നത്. ആ പോറ്റി UDFന്റെ ഒരു നാവായിട്ട് ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരായി നിൽക്കുന്ന ഒരു പ്രത്യേക പരിവേഷണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ഈ പോറ്റിയെ യഥാർത്ഥത്തിൽ നല്ല വെളിച്ചത്തിൽ കാണുന്നത് ആ ഘട്ടത്തിലാണെന്നറിയാം. അവിടെ നിന്ന് ആ പ്രസ്താവന ആദ്യം ഏറ്റെടുത്തത് UDFന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനായിരുന്നു. VD സതീശൻ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഈ വിഷയങ്ങളെ ആകെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി പോറ്റിക്ക് കട്ട സപ്പോർട്ടുമായി വന്നു. ആ പോറ്റിയെ പിന്നെ ഇപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ കാണുന്നത്, ഇപ്പോൾ Z കാറ്റഗറി സുരക്ഷിതത്വമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 തവണ പോകാൻ വേണ്ടി കഴിയുന്നു. ആ 2 തവണ പോകുമ്പോൾ UDF കൺവീനർ കൂടെയുണ്ട്. UDFന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും അതുപോലെയുള്ള UDFന്റെ നേതാക്കന്മാരുണ്ട്. ആ ഘട്ടത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രസിഡന്റ് ഉണ്ട്. ഇവരെല്ലാം ഉണ്ട്. നമ്മൾ കാണേണ്ടത് സോണിയാഗാന്ധിയെ കാണാൻ ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന, പിന്നീട് ആയിരുന്ന YS രാജശേഖര റെഡ്ഡിക്ക് പോലും കാണാൻ കഴിയാത്ത ആളായിരുന്നു. അവിടെയാണ് 2 തവണ വീട്ടിലെത്തുകയും അതുപോലെ തന്നെ ചരട് കെട്ടിക്കൊടുക്കുകയും ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം കൂടിയുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ഗോവർദ്ധന്റെ സാന്നിധ്യം. ഈ അടിച്ചുമാറ്റിയ സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് അത് പ്രോസസ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾ വാർത്തയിൽ പറയുന്നത് പോലെ പ്രോസസ് ചെയ്ത് അത് വാങ്ങി അത് ഉപയോഗിച്ച ആളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടാകുന്നു. അപ്പൊ പുറകോട്ട് പോകുമ്പോഴുള്ള സാന്നിധ്യമെല്ലാം ഇതായിരുന്നു. ആ സാന്നിധ്യമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പോറ്റിയെ കയറ്റിയത് ആരാണ്, ഗോവർദ്ധനെ കയറ്റിയത് ആരാണ് എന്നൊക്കെ ഇപ്പം മറുപടി പറയേണ്ടതുണ്ട്. അതൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവർ മാറി.